ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുസഭയുടെ മക്കളെ, പരിശുദ്ധ കുർബാനയുടെ മക്കളെ, സഭയെ സ്നേഹിക്കുന്ന, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് സഭയിൽ നടക്കുന്ന കുർബാന കേന്ദ്രീകൃതമായ അസ്വസ്ഥതകളെ ഓർത്ത്, പ്രശ്നങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സുറമലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന അസ്വസ്ഥതകളെ ഓർത്ത്. സത്യത്തിൽ ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങളല്ല. ആഗോള സഭയിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതായ തെറ്റായ ആശയങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇത് എന്ന് പറയാനായിട്ട് സാധിക്കും. അത് അംഗീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ സന്ദർഭത്തിൽ 15 കാര്യങ്ങൾ പ്രത്യേകമായി ശരിയായ രീതിയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 15 കാര്യങ്ങൾ തെറ്റായ പ്രബോധനങ്ങൾ നൽകപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി ഒത്തിരി പേര് പറയുന്ന കാര്യമാണ്, സെഹിയൻ ഊട്ടുശാലയിൽ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു, അതുപോലെ കുർബാന ചൊല്ലിയാൽ പോരെ. അതിനുള്ള വ്യക്തമായ ഉത്തരം, സെഹിയൻ ഊട്ടുശാലയിലെ ആ പ്രവൃത്തി അതുപോലെ ചെയ്യാനല്ല ഈശോ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് ഒരു ചെറിയൊരു കഥ പറഞ്ഞാൽ, ഒരു കുടുംബത്തിൽ 5-6 മക്കളുണ്ട്. അവർക്ക് കൃഷിഭൂമിയുണ്ട്, 5-6 ഏക്കർ സ്ഥലവുമുണ്ട്. പക്ഷേ മക്കളാരും പറമ്പിൽ പോയി ജോലി ചെയ്യാറില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പറമ്പിൽ ജോലി ചെയ്യുന്ന അപ്പച്ചൻ ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ നല്ല ചൂട്ടത്ത് വേർത്ത് കുളിച്ച് വീണുപോയി. പറമ്പിൽ വീണ് കിടക്കുന്ന അപ്പച്ചൻ്റെ ബഹളം കേട്ട് മക്കളൊക്കെ ചുറ്റും വന്നു നിന്നപ്പോൾ അപ്പച്ചൻ മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ പോവുകയാണ്. നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് ആ അപ്പച്ചൻ മക്കളോട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അങ്ങനെ അപ്പച്ചൻ മരിച്ചു. പിറ്റേ ദിവസം മുതൽ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്നാണ്. അതുകൊണ്ട് അപ്പച്ചൻ മരിച്ച സ്ഥലത്ത് മക്കളെല്ലാം മട്ടം കൂടി നിന്ന് ഇങ്ങനെ കാണിക്കും. അതല്ല അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നതുപോലെ സെഹിയൻ ഊട്ടുശാലയിലെ ശിഷ്യന്മാരുമൊത്തുള്ളതായ ആ കുർബാന സ്ഥാപനത്തെ അതുപടി തന്നെ ആവർത്തിക്കുക എന്നുള്ളതല്ല ഈശോ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതായ അപ്പസ്തോലിക കത്തിലെ 9ാമത്തെ നമ്പറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതായത് സെഹിയൻ ഊട്ടുശാലയുടെ തനി ആവർത്തനമല്ല പരിശുദ്ധ കുർബാനയെന്ന് സഭ എല്ലാ കാലവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് 9ാമത്തെ നമ്പറിലാണ് നമ്മൾ അത് വായിക്കുക. ഇനി രണ്ടാമതായി, എന്താണ് ഈ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? അതിൽ കർത്താവിൻ്റെ കാലത്തെ പെസഹ ആഘോഷം എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ കാലത്തെ പെസഹ ആചരണം എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഈശോ ആ പെസഹയ്ക്ക് ഒരു പുതിയ അർത്ഥം കൂടി നൽകി. അത് തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന പെസഹയാണ്. അല്ല, ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ പെസഹ അവിടെ ഈശോ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായി ദൈവം ചെയ്തിട്ടുള്ള പെസഹ രഹസ്യങ്ങളെ മുഴുവനും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ആ പ്രവൃത്തി അതുപോലെ തന്നെ ചെയ്യുക എന്നുള്ളത് അല്ല. അതിനോട് ചേർന്ന് വരുന്ന മൂന്നാമത്തെ ഒരു ആശയമാണ്, ഈശോ പറഞ്ഞ ആ പ്രവൃത്തി അങ്ങനെ അതുപോലെ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഇവിടെ കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഈശോ മാമോദിസ സ്ഥാപിച്ചിട്ടില്ല, സ്ഥൈര്യലേപനം സ്ഥാപിച്ചിട്ടില്ല, വിവാഹം എന്ന കൂദാശയും സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് തിരുസഭയിൽ നൂറ്റാണ്ടുകളിലൂടെയാണ് ആരാധനക്രമവും കൂദാശകളും ഒക്കെ വളർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കത്തോലിക്ക സഭയുടെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അംഗീകരിക്കണം. മറ്റൊരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞാൽ, കർത്താവ് കൊന്ത സ്ഥാപിച്ചിട്ടില്ല, കൊന്ത നൂറ്റാണ്ടുകളിലൂടെയാണ് വളർന്നു വന്നത്. എന്നതുപോലെ പരിശുദ്ധ കുർബാനയാകുന്ന വിത്ത് ഈശോ പാകിയത്
2000 വർഷങ്ങൾ കൊണ്ട് സഭയിൽ വളർന്നു വന്നു എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് സെഹിയോനൂട്ടിശാലയിലെ കാര്യം അതുപോലെ ചെയ്യുന്നതല്ല പരിശുദ്ധ കുർബാനയെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. നാലാമതായി പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സെഹിയോനൂട്ടിശാലയിലെ ഈശോയും ശിഷ്യന്മാരും വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചതല്ലേ പരിശുദ്ധ കുർബാന. സത്യത്തിൽ ഈശോയും ശിഷ്യന്മാരും വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് തെളിവുകളോടുകൂടി പറയാൻ പറ്റുന്ന കാര്യമല്ല. പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെറുസലേമിലേക്ക് നോക്കി അവർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഇനി ദാവിഞ്ചി വരച്ച ചിത്രത്തെ ആസ്പദമാക്കിയാണെങ്കിൽ സത്യത്തിൽ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ഒരു ദിശയിലേക്ക് നോക്കിയിരിക്കുന്നതാണ് നമ്മൾ കാണുക. അവിടെ ജനാഭിമുഖം എന്ന് പറയാനായിട്ടൊന്നും ഒരിക്കലും സാധിക്കുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അഞ്ചാമതായിട്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളെയും, ക്രിസ്തു കേന്ദ്രീകൃതമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും നമ്മൾ തിരുസഭയിൽ അനുസ്മരിച്ച് ആഘോഷിക്കുന്ന വലിയ സ്തുതിപ്പായിട്ട് വേണം പരിശുദ്ധ കുർബാനയെ കാണാൻ. സ്തുതിപ്പായിട്ട് കാണുക എന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ഓർക്കണം, എല്ലാ കാര്യങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന. ഇത് മറന്നു പോകരുത്. തിരുസഭയുടെ ഔദ്യോഗികമായ എല്ലാ പ്രാർത്ഥനാ രീതികളും എല്ലാ പ്രാർത്ഥനാ മനോഭാവങ്ങളും ഉൾക്കൊണ്ടു നിൽക്കുന്ന വൈദികന്റെ നേതൃത്വത്തിലുള്ളതായ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ ആറാമതായി നമ്മൾ മനസ്സിലാക്കണം, പുരോഹിതൻ ആരാകുന്നു പരിശുദ്ധ കുർബാന. പുരോഹിതന് 3 സ്ഥാനങ്ങൾ ഉണ്ട്. ഒന്ന്, പുരോഹിതൻ ദൈവജനത്തിനു വേണ്ടി ദൈവത്തിലേക്ക് നോക്കി മധ്യസ്ഥ യാചിക്കുന്നു, ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതേസമയം തന്നെ ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് പുരോഹിതൻ ചില സമയങ്ങളിൽ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചും ജനങ്ങളെ തിരിഞ്ഞു നിൽക്കണം. അതേസമയം തന്നെ ജനത്തിന്റെ പ്രതിനിധിയും ദൈവത്തിന്റെ പ്രതിനിധിയും ആയി നിൽക്കുന്ന ഈ പുരോഹിതൻ ഒരിക്കലും ദൈവമാകുന്നില്ല എന്ന സത്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അദ്ദേഹവും ദൈവജനത്തിൽ ഒരുവനാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും പരിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികന്റെ വ്യക്തിത്വത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. ഇവിടെയാണ് നമ്മൾ ഇനി ഓർക്കേണ്ടത്. വേണമെങ്കിൽ 7ാമതായിട്ട് എന്ന് പറയാനായിട്ട് പറ്റും. അതായത് എല്ലാവരും ഈശോമിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നുണ്ട്. രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന എല്ലാവർക്കും ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന പുരോഹിതൻ ഇതാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ ജനനജീവിത പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥനയാണ്. അത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഇവിടെ പ്രാർത്ഥനാപൂർവം എല്ലാ കാര്യങ്ങളും ഓർക്കുന്നു എന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും 8ാമത്തെ കാരണമായിട്ട്, അതായത് പരിശുദ്ധ കുർബാനയാകുന്ന പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉന്നതമായ ശൈലിയായിട്ട് നമ്മൾ കാണുന്നത്, ഈ പ്രാർത്ഥനയുടെ ശൈലി സ്തുതിപ്പാണ്, ആരാധനയാണ്. ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധ കുർബാന നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. യൂക്കറിസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുരോഹിതന്റെ നേതൃത്വത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ കുടുംബനാഥൻ ദൈവത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഇതാ പുരോഹിതനും ദൈവജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് സ്വർഗീയ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വർഗീയ ആരാധനയിൽ പങ്കുകൊള്ളുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇത് പറയുമ്പോൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, ഒരുപക്ഷെ 9ാമത്തെ ആശയമായിട്ട്, പരിശുദ്ധ കുർബാന ഒരിക്കലും വൈദികന്റെ പ്രവൃത്തി അല്ല, മറിച്ച് പരിശുദ്ധ തൃത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ പരിശുദ്ധ തൃത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. പരിശുദ്ധ തൃത്വത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്വർഗീയ ആരാധനയിൽ പങ്കുവറ്റുകയാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ ആരാധനാക്രമം മുഴുവനും, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയും, പുരോഹിതൻ
കുരിശ് വരച്ച് ആരംഭിക്കാതിരിക്കുന്നത് എന്നുകൂടി നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുർബാന പുസ്തകത്തിൽ ഇന്നും കുരിശ് വര അച്ചടിച്ചിട്ടില്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, യാത്രയ്ക്ക് പോകുന്നു, കളിക്കാൻ പോകുന്നു, കുളിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം തന്നെ നമ്മുടെ പ്രവൃത്തികളാണ്. അപ്പോൾ നമ്മൾ കുരിശ് വരച്ചുകൊണ്ട് തന്നെ തീർച്ചയായും അത് ആരംഭിക്കണം. പക്ഷേ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എന്നതിനേക്കാൾ കൂടുതലായി പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നമ്മൾ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ പങ്കുചേരുകയാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വർഗീയ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓർക്കണം, സ്വർഗീയ ആരാധന നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അല്ലാതെ നമ്മൾ ഇവിടെ ആരംഭിക്കുന്ന നമ്മുടെ പ്രവൃത്തിയായിട്ട് പരിശുദ്ധ കുർബാനയെ നമ്മൾ ഒരിക്കലും കാണരുത്. 10ാമതായി, പരിശുദ്ധ കുർബാന സ്വർഗീയ ആരാധനയാണ്. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. ഇത് ജനാഭിമുഖമല്ല. ഇത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ജനാഭിമുഖം എന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്തതുപോലെ കാര്യങ്ങളായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗീയ ആരാധനയിൽ പങ്കുകൊള്ളുന്നു എന്നുള്ളതാണ്. പക്ഷേ സ്വർഗമൊന്നുമില്ല, ഇതൊക്കെ വെറും സാമൂഹ്യ ആചാരമാണ് എന്ന് ചിന്തിച്ചാൽ ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പരിശുദ്ധ കുർബാനയെ സ്വർഗീയ ആരാധനയായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. 11ാമതായിട്ട്, പരിശുദ്ധ കുർബാന ബലിയാണെന്ന് നമ്മൾ ഓർക്കണം. പൊതുവെ നമ്മൾ പറയാറുണ്ട് ബലിയും വിരുന്നും. വിരുന്നു എന്നതിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഇപ്പോൾ പരിശുദ്ധ കുർബാന ബലിയാണ്. ബലി എന്ന് പറയുമ്പോൾ പുരോഹിതൻ ഈശോയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈശോ ആയി തീർന്ന് ഗാഗുൽത്തായിൽ ബലി അർപ്പിച്ചതുപോലെ തന്നെ സ്വയം ബലി അർപ്പിക്കുന്നതല്ല പരിശുദ്ധ കുർബാന. മറിച്ച് അല്ലെങ്കിൽ ഈശോ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അപ്പത്തിൻ്റെയും മീനിൻ്റെയും സാദൃശ്യത്തിൽ ഈശോയെ കൊന്ന് ദൈവജനത്തിന് നൽകുന്ന ബലിയല്ല ഇവിടെ നടക്കുന്നത്. മറിച്ച് ചരിത്രത്തിൽ നടന്ന ബലി, സ്വർഗത്തിലെ പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുന്ന ബലി, ഇവിടെ ദൈവജനം ഒരുമിച്ച് പുരോഹിത ശുശ്രൂഷയിലൂടെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ കുർബാനയിലെ പ്രാർത്ഥനകളിലേക്ക് വരുമ്പോൾ ധാരാളം അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന ബലിയർപ്പണം എന്താണ്? ചരിത്രത്തിൽ നടന്ന ഗാഗുൽത്തായിൽ നടന്ന ബലിയർപ്പണത്തെ ഇവിടെ ഇതാ പിതാവായ ദൈവത്തിന്, പരിശുദ്ധ തൃത്വത്തിന് കൗദാശികമായിട്ട് സമർപ്പിക്കുകയാണ് പുരോഹിതന്റെ നേതൃത്വത്തിൽ ദൈവജനം. ആ രീതിയിൽ വേണം നമ്മൾ ബലിയർപ്പണത്തെ മനസ്സിലാക്കാനായിട്ട്. അതോടൊപ്പം 12ാമതായിട്ട്, ബലിയും വിരുന്നുമാണ് എന്ന് പറയുമ്പോൾ വിരുന്നെന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് എന്തല്ല, അതായത് ഈശോ ഭക്ഷണമായിട്ട് നമ്മുടെ ആമാശയത്തിലേക്ക് വരുന്ന ഒരു വിരുന്നല്ല പരിശുദ്ധ കുർബാന. നമ്മുടെ ആമാശയത്തിലേക്ക് ഭക്ഷണമായിട്ട് തരാൻ വേണ്ടിയല്ല ഈശോ ഗാഗുൽത്തായിൽ മരിച്ചത്. മറിച്ച് വിരുന്നെന്ന വാക്കിൻ്റെ അർത്ഥം ഐക്യം എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ലളിതമായ തെളിവാണ് നമ്മൾ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം വരുമ്പോൾ ഹോളി കമ്മ്യൂണിയൻ എന്നാണ് പറയുക, ഹോളി ഈറ്റിംഗ് എന്ന് പറയാറില്ല. അതായത് ഐക്യത്തിൻ്റെ കൂദാശയാണ് പരിശുദ്ധ കുർബാന. ആ ഐക്യത്തെ പ്രകടമാക്കുന്ന വാക്കാണ് വിരുന്ന് എന്നുള്ളത്. നമ്മൾ ഒരു വീട്ടിൽ പോയാൽ ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, ആ കുടുംബത്തോട് നമ്മൾ ചേരുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ വേണം നമ്മൾ വിരുന്ന് എന്ന വാക്കിനെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട്. അത് ഒന്നുകൂടി വ്യക്തമാക്കുമ്പോൾ, ഒരു വിവാഹ ആഘോഷത്തിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, നമ്മൾ ആ വിവാഹ ആഘോഷത്തിലേക്ക് ചേരുകയാണ്. ആ വിവാഹ ആഘോഷത്തിൻ്റെ വധൂവരന്മാരുടെ സന്തോഷത്തിലേക്ക് നമ്മൾ ചേരുകയാണ്. എന്നതുപോലെ പരിശുദ്ധ കുർബാന എന്താകുന്നു? സ്വർഗീയ ആരാധനയാണ്. ആ സ്വർഗീയ ഐക്യത്തിലേക്ക്, ഈശോയുമായുള്ള ഐക്യത്തിലേക്ക്, പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലേക്ക്, തൃത്വവുമായുള്ള ഐക്യത്തിലേക്ക്, സ്വർഗീയ ഐക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതാണ് ആ വിരുന്ന് എന്ന വാക്കിനെ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വിരുന്നെന്ന വാക്കിന് നമ്മൾ ഒരു ഭക്ഷണം എന്നുള്ളതിനേക്കാൾ കൂടുതലായി ഈശോയുടെ പീഡാനുഭവത്തിലും മരണത്തിലും പങ്കുപറ്റുന്നു എന്ന അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെ ഏറ്റവും ലളിതമായ തെളിവാണ് സെബദീപുത്രന്മാരുടെ അമ്മ ഈശോയുടെ അടുക്കൽ വന്നുകൊണ്ട്
ഒരു പുത്രനെ വലതുവശത്തും ഒരു പുത്രനെ ഇടതുവശത്തും ഇരുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാവോ എന്ന് പറഞ്ഞാൽ അവിടെ വീഞ്ഞു കുടിക്കുക എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. ഈശോയുടെ പീഡാനുഭവത്തിൽ പങ്കുപറ്റാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് അതിൻ്റെ അർത്ഥം. ഇത് തന്നെയാണ് ഈശോ ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്നും അകന്നു പോകട്ടെ. അപ്പോൾ ഭക്ഷിക്കുക, പാനം ചെയ്യുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം വെറുതെ ലൗകികമായ ഭൗതികമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ല, മറിച്ച് ഈശോയുടെ പീഡാനുഭവത്തിലും മരണത്തിലും പങ്കുപറ്റുക എന്നുള്ള അർത്ഥത്തിൽ വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട്. 13-ാമതായി വിരുന്ന് എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് വിരുന്നിലൂടെ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് വിരുന്ന് എന്ന് പറയുമ്പോൾ ഐക്യത്തിനാണ് പ്രാധാന്യം, ദൈവവുമായുള്ള ത്രിത്വവുമായുള്ള സ്വർഗീയമായ ഐക്യമാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇത് ഉടമ്പടി ബന്ധമാണ്. രണ്ടുപേര് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അത് ഒരു ശാരീരികമായ ഭക്ഷണം എന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ ദൈവവുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ഓർക്കുക, പരിശുദ്ധ കുർബാന എന്താകുന്നു? ഈശോ മിശിഹായുടെ തിരുരക്തത്തിലുള്ള ഉടമ്പടിയാണ്. ഓരോ കുർബാനയും ദൈവം നമ്മളുമായിട്ട് നടത്തുന്ന ഉടമ്പടി നവീകരണമാണ്. അപ്പോൾ പുരോഹിതന്റെ നേതൃത്വത്തിൽ ദൈവജനം ഒരുമിച്ച് ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദൈവത്തിൻ്റെ ഉടമ്പടിയായിട്ട് വേണം നമ്മൾ പരിശുദ്ധ കുർബാനയെ കാണാൻ. ആ ഉടമ്പടിയെ ഒരർത്ഥത്തിൽ നമ്മൾ മുദ്ര വയ്ക്കുകയാണ് ആത്മീയമായ ഐക്യത്തിലൂടെ. മാത്രമല്ല ആഴമേറിയ ഉടമ്പടി ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. അതായത് പാപം വഴി നഷ്ടമായ ദൈവ മനുഷ്യ ഉടമ്പടി ബന്ധം ഇതാ ദൈവം ഇവിടെ പുനഃസ്ഥാപിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവവുമായി ആത്മീയമായ ആന്തരികമായ സ്വർഗീയമായ ഐക്യത്തിലേക്ക് കടന്നു വരുന്നു എന്ന അർത്ഥത്തിൽ വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട്. ഇനി 14-ാമതായിട്ട് പൊതുവെ പറയുന്ന വളരെ തെറ്റായൊരു ആശയമാണ് ഇത് കൽദായവൽക്കരണമാണ് എന്നുള്ളത്. കൽദായ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സുറിയാനി എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ തോമസ് ലീഹ ആദ്യം വന്നത് കരമാർഗമാണ്. ഇന്നത്തെ ഇറാഖ്, സിറിയ തുടങ്ങിയ സ്ഥലങ്ങൾ വഴിയാണ് ആദ്യം വന്നത്. രണ്ടാമത്തെ വരവാണ് കടൽ മാർഗമുള്ള മലബാറിലേക്കുള്ള വരവ്. അപ്പോൾ നമ്മൾ ഓർക്കണം, തോമസ് ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ഒരു സമൂഹത്തിന് ഒരു ആരാധനക്രമം, അതാണ് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം അല്ലെങ്കിൽ കൽദായ ആരാധനക്രമം എന്നുള്ളത്. ഇവിടെ തെറ്റുപറ്റുന്നത് തോമസ് ലീഹ 52 ഭാരതത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്ന നുണ ഉള്ളത് കൊണ്ടാണ്. തോമസ് ലീഹ ആദ്യം ഏഷ്യയിലേക്ക് വന്നിട്ടുള്ളത്, ഭാരതത്തിലേക്ക് വന്നിരിക്കുന്നത്, പാർത്തിയൻ സാമ്രാജ്യത്തിലേക്ക് അന്ന് വന്നിരിക്കുന്നത് 34-കളിലാണെന്ന് പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾ പറയും. തോമസ് ലീഹ പാകിസ്ഥാനിലേക്ക് വന്നത് 34-ലാണ് എന്നുള്ളത്. അതുകൊണ്ട് തോമസ് ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ഒരു സമൂഹത്തിന് ഒരു ആരാധനാക്രമം ഉണ്ടായി. അതാണ് കൽദായ ആരാധനാക്രമം അല്ലെങ്കിൽ സുറിയാനി ആരാധനാക്രമം. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാനായിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, അത് വീണ്ടെടുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അത് കൽദായവൽക്കരണമാണ്, അത് വൈദേശികമാണ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. മാത്രമല്ല ചിലർ പറയും നമ്മൾ ഭാരതത്തിലാണ്, ഭാരതത്തിൻ്റെതായ സംസ്കാരമായിട്ട് നമ്മൾ അലിഞ്ഞു ചേരണം എന്നൊക്കെ. മാത്രമല്ല അവർ പറയും, ആ വാദഗതി പറയും, ഈശോ മിശിഹ യഹൂദനായിട്ട് ജനിച്ചു പോയത് കൊണ്ടാണ് യഹൂദ രീതിയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്നും ഭാരതത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഭാരതീയ രീതിയിൽ കുർബാന സ്ഥാപിക്കുമായിരുന്നു, അതുകൊണ്ട് ഭാരതീയമായ രീതിയിൽ വേണമെന്നുള്ളത്. ഇത് തെറ്റാണ്. കാരണം ഈശോ മിശിഹ യാദൃച്ഛികമായി അബദ്ധം പിണഞ്ഞ് യഹൂദനായിട്ട് ജനിച്ചു പോയതല്ല. നമ്മൾ മനസ്സിലാക്കണം, അബ്രാഹത്തിന്റെ കാലം മുതലെങ്കിലും രക്ഷാകര ചരിത്രം, ആരാധനക്രമം, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടാണ് നമ്മൾ കാണുക. അതുകൊണ്ടാണ് അബ്രാഹത്തിന്റെ ബലി ഗാഗുൽത്തായി നടന്ന ബലിയുടെ നിഴലായിട്ട് നമ്മൾ കാണുന്നത്. പെസഹ ആചരണം വരാനിരിക്കുന്ന കുർബാന സ്ഥാപനത്തിന്റെ നിഴലാണ്. വാഗ്ദാന പേടകം വരാനിരിക്കുന്ന സക്രാരികളുടെ നിഴലാണ്. അങ്ങനെ പഴയ നിയമം മുഴുവനും
ആരാധനാക്രമ കേന്ദ്രീകൃതമാണ്. ആ നിയമത്തെയാണ് ഈശോ പരിശുദ്ധ കുർബാനയിലൂടെ പൂർത്തീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുക. അതുകൊണ്ട് ഈശോ മിശിഹ യഹൂദനായിട്ട് ജനിച്ചു പോയതുകൊണ്ട് യഹൂദ രീതിയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നുള്ളതല്ല, മറിച്ച് പരിശുദ്ധ കുർബാനയെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ദൈവം കുർബാന കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിന് രൂപം നൽകുകയായിരുന്നു. അവിടെ പരിശുദ്ധ കുർബാന ആരാധനയാണെന്ന് പറഞ്ഞ ആശയത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കാര്യം കൂടി ഓർത്തിരിക്കാൻ സാധിക്കട്ടെ. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സ്വർഗത്തിൽ നടക്കുന്ന ആരാധന പോലെ തന്നെ ഭൂമിയിലും ആരാധന നടക്കണം. അതിന് ഒരു ആരാധന സമൂഹം ഉണ്ടാകണം. ആരാധനാക്രമത്തിൽ കേന്ദ്രീകൃതമായ, ആരാധനാക്രമത്തിന്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ആരാധന സമൂഹം ഉണ്ടാകണം. ആ രീതിയിൽ നമ്മൾ ആ ആശയത്തെ മനസ്സിലാക്കണം. അല്ലാതെ ഇത് കൽദായവൽക്കരണമാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരിയായ യാഥാർത്ഥ്യമല്ല. അവസാനമായി 15-ാമതായി മാർത്തോമാ കുരിശിനെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. ഓർക്കുക, തോമാസ് ലീഹ ഉണ്ടാക്കിയ കുരിശാണ് മാർത്തോമാ കുരിശെന്നൊന്നും ആരും പറയുന്നില്ല. അത് നൂറ്റാണ്ടുകളിലൂടെ ആരാധനാക്രമവും ദൈവശാസ്ത്രവും വളർന്നു വന്നതോടുപോലെ സഭയിൽ വളർന്നു വന്നിട്ടുള്ളതാണ്. ഇടക്കാലത്ത് ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഏതായാലും അതിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് പോർച്ചുഗീസുകാരെ 1547 മൈലാപ്പൂരിൽ ദേവാലയം പണിയുവാനായി വാനം മാന്തിയപ്പോൾ അവിടെ ഈ കുരിശ് കിട്ടി. മാത്രമല്ല, ആ വർഷങ്ങളിൽ ഈ കുരിശ് പല പ്രാവശ്യം രക്തം വിയർത്തു. അങ്ങനെ ഡിസംബർ 18 സഭയിൽ മാർത്തോമാസ് ലീവ കുരിശ് വിയർത്ത തിരുനാളായിട്ട് മാറി. 1959 വളരെ കൃത്യമായി സുറമലബാർ സഭയോട് റോമിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന കുർബാന കുപ്പായത്തിന്മേൽ വെക്കേണ്ടത് മാർത്തോമാ കുരിശാണ് എന്നുള്ളതാണ്. പിന്നീടുള്ള വർഷങ്ങളിലാണ് ഈ കുരിശിനെ കുറിച്ച് തെറ്റായിട്ടുള്ളതായ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത്. അത് മാനിക്കേയം കുരിശാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പ്രാവ് എന്ന് പറയുന്നത് മാണിയുടെ അടയാളമാണ്, അതുകൊണ്ട് ഇത് മാനിക്കേയം കുരിശാണ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന് അടിസ്ഥാനം വിട്ടു നിൽക്കുന്ന കാര്യമാണ്. ഈശോയുടെ മാമോദീസയുടെ സമയത്ത് പരിശുദ്ധാരൂപി പ്രാവിൻ്റെ രൂപത്തിലേക്ക് വന്നു എന്നുള്ളത്. എങ്കിൽ പ്രാവ് എന്ന് പറയുന്നത് മാണിയുടെ അടയാളമായിട്ടൊക്കെ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന് എതിരായിട്ട് പറയുന്ന പാപമാണ് എന്നെനിക്ക് തോന്നുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തെറ്റായ ആശയങ്ങളെ, പ്രധാനപ്പെട്ട ആശയങ്ങളെ 15 പോയിന്റുകളിലായിട്ട് ചുരുക്കമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. ഈ ഓരോ വിഷയവും ഈ വിശദീകരിച്ച് പങ്കുവെക്കേണ്ട വിഷയങ്ങളാണ്. അത് പല വ്യക്തികളിലൂടെയും പല പ്രാവശ്യമായിട്ട് പല പ്രബോധനങ്ങളായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ എല്ലാം ഒന്ന് വളരെ ചുരുക്കമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. തെറ്റിദ്ധാരണകളെയും നുണകളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട്, തെറ്റിദ്ധാരണകളുടെയും നുണകളുടെയും ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരായി തീർന്നുകൊണ്ട് സഭ ആഗ്രഹിക്കുന്ന, ആഗോള കത്തോലിക്ക സഭയും സുറമലബാർ സഭയും ആഗ്രഹിക്കുന്ന ഐക്യത്തിലേക്ക്, അതായത് സുറമലബാർ സഭയ്ക്ക് ഒരു കുർബാന ക്രമം എന്ന ആശയത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.